ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീനാക്ഷി ചായയുമായി വിഷ്ണുവിന്റെ അരികിലേക്ക് വരികയാണ്. പലഹാരങ്ങളുമായി പ്രസന്നയും പിന്നാലെ വരുന്നു. വിഷ്ണു പുഞ്ചിരിച്ച് മീനാക്ഷിയെ നോക്കുന്നു. മീനു ചായ ടേബിളിലേക്ക് വെക്കുമ്പോൾ തുളസി ചോദിക്കുന്നു, ഇത് കൊണ്ടുവന്ന് വെച്ചാ മതിയോ? ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്ക്. മീനു പുഞ്ചിരിച്ച് ചായ എടുത്ത് വിഷ്ണുവിന്റെ നേരെ നീട്ടുമ്പോൾ പുഞ്ചിരിച്ച് മീനുവിനെ തന്നെ നോക്കി ആ ചായ വാങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് തുളസി പറയുന്നു, കാര്യങ്ങളെല്ലാം ദാസപ്പം പറഞ്ഞു കാണുമല്ലോ. മീനാക്ഷിക്ക് ഒരു കുട്ടിയുണ്ട്, ഞങ്ങൾക്കൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല. ദാസപ്പൻ പറയുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തേലും മോശം പറയുന്നതിന് പകരം മീനാക്ഷിയുടെ നല്ല മനസ്സിനെ പുകഴ്ത്തുകയാ രാജലക്ഷ്മി മാഡം ചെയ്തത്. ഒരു കാര്യത്തിനും വെറും വാക്കോ മുഖസ്തുതിയോ പറയുന്ന ആളല്ല രാജലക്ഷ്മി മാഡം. തുളസി പറയുന്നു, കുഞ്ഞ് നിങ്ങൾക്ക് ഒരു വിധത്തിലും തടസ്സമാകില്ല. മീനുവിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ ഞങ്ങൾ വളർത്തിക്കോളാം. ഇത് കേട്ട് മീനു വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ വിഷ്ണു പറയുന്നു, കുഞ്ഞ് വളരേണ്ടത് അമ്മയോടൊപ്പം അല്ലേ? മീനാക്ഷിയോടൊപ്പം കുഞ്ഞിനെയും കൂടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. തുളസി പറയുന്നു, അത് നിങ്ങളുടെ ഇഷ്ടം, അതിന് ഞങ്ങൾ നിർബന്ധിക്കത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. ദാസപ്പൻ പറയുന്നു, ഇതായിരിക്കും ഏറ്റവും വലിയ കടമ്പയെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒറ്റ വാക്കിൽ സംഗതി സോൾവ് ആയില്ലേ? അത് നല്ല മനസ്സുള്ളവർ തമ്മിൽ ഇടപെട്ടാലുള്ള ഗുണം. പിന്നെ തുളസി ചേട്ടാ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാ? തുളസി പറയുന്നു, ഒപ്പത്തിനൊപ്പമുള്ള ബന്ധമല്ലല്ലോ ഇത്. ഇവരുടെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള പൊന്നും പണവും കൊടുക്കാന്ന് വെച്ചാൽ അത് ഞാൻ കൂട്ടിയാൽ കൂടുകയില്ല എന്ന് കരുതി വെറും കൈയോടെ ഞാൻ എന്റെ മോളെ ഇറക്കി വിടുകയില്ല. വിഷ്ണു പറയുന്നു, അമ്മ ചേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ? ദാസപ്പൻ പറയുന്നു, സ്ത്രീധനത്തിന്റെ കാര്യം മിണ്ടുകയെ ചെയ്യരുതെന്നാ മാഡം പറഞ്ഞത്. എന്നാലും ചില നാട്ടു നടപ്പൊക്കെ ഇല്ലയോ? തുളസി പറയുന്നു, അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് ഞാൻ ചെയ്യും. ആന മെനിങ്ങെന്ന് കരുതി ആരെങ്കിലും തൊഴുത്തിൽ കെട്ടുമോ? എനിക്ക് ഇടക്കാലത്ത് ചെറിയൊരു തട്ടുകേട് പറ്റിയെന്നേ ഉള്ളൂ. ദാസപ്പൻ പറയുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ തുളസീധരൻ ചേട്ടൻ തറവാടിയാണെന്ന്? ഞാൻ മാഡത്തോട് പറഞ്ഞത് വെറുതെ ആണോ? പിന്നെ ഇനിയും വിഷ്ണുവിനും മീനാക്ഷിക്കും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ചേട്ടാ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാലോ? അതും പെണ്ണുകാണലിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് ദാസപ്പനെയും കൂട്ടിക്കൊണ്ട് തുളസി പുറത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച് മീനാക്ഷിയുടെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചിട്ട് പ്രസന്നെ അകത്തേക്ക് പോകുകയാണ്. വിഷ്ണുവിന്റെ കാറിന്റെ അരികിലേക്ക് വന്ന ദാസപ്പൻ പറയുന്നു, ചേട്ടോ ഇതിന്റെ വില കേട്ടാൽ തന്നെ നമ്മൾ തല കറങ്ങും. ഇതിന് കൊടുത്ത ടാക്സ് ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് പുതിയൊരു കാർ മേടിക്കാമായിരുന്നു. പിന്നെ 2 ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ആ 2 പേർക്കും ഇതുപോലെ ഓരോ കാറുണ്ട്. ഈ കല്യാണം നടന്നു കിട്ടിയാലേ അത് ചേട്ടന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. തുളസി പറയുന്നു, ചെറുക്കനും പെണ്ണ് സംസാരിക്കട്ടെ, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ദാസപ്പൻ പറയുന്നു, വിഷ്ണുവിനെ കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാതെ? പിന്നെ ചേട്ടന്റെ മോളും കാണാൻ മിടുക്കിയല്ലേ? വിഷ്ണുവിന് ഇഷ്ടപ്പെടാതെ വരികയില്ല. തുടർന്ന് മീനാക്ഷി വിഷ്ണുവിനോട് പറയുന്നു, എന്റെ ഈ കഥയൊന്നും ഇവിടെ പലരും വിശ്വസിച്ചിട്ടില്ല. കഥയെന്ന് ഞാൻ പറഞ്ഞത് പലരും ഇതൊരു കഥയായിട്ട് കരുതുന്നത് കൊണ്ടുകൂടിയാ. പ്രത്യേകിച്ച് ഇവിടുത്തുകാര് നാട്ടുംപുറം അല്ലേ, അധികം വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം അവരുടെ കേട്ടുകേഴ്വിയിൽ പോലും ഉണ്ടാകില്ല. വിഷ്ണു പറയുന്നു, പക്ഷേ ഞാൻ വിശ്വസിച്ചു മീനാക്ഷി. കാരണം മീനാക്ഷി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സത്യമാണെന്ന്. മുഖത്ത് കള്ളത്തരത്തിന്റെ ഒരു ലക്ഷണവും ഇല്ല. എന്തെങ്കിലും ഒളിക്കാനോ മറയ്ക്കാനോ ഉള്ള ശ്രമമില്ല. ഒരാള് ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. കഥയുടെ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത്. മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും ഓരോ വാക്കിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മീനു പറയുന്നു, എന്റെ കുഞ്ഞല്ലേ, എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കുമോ? വിഷ്ണു പറയുന്നു, കുഞ്ഞിനെ പിരിയേണ്ടി വന്നാൽ മീനാക്ഷിക്ക് അത് വലിയ സങ്കടമായിരിക്കുമല്ലോ. മീനു പറയുന്നു, പിരിയേണ്ടി വന്നാലെന്നല്ല, വരും. അതെനിക്ക് തീർച്ചയാ. സഹിക്കാൻ പറ്റാത്ത സങ്കടം എനിക്ക് അനുഭവിക്കേണ്ടി വരും. ചില വേദനകൾ അങ്ങനെയല്ലേ, നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. വിഷ്ണു പറയുന്നു, കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മീനുവിന് മനസ്സിലെങ്കിൽ അയ്യോ ക്ഷമിക്കണം. മീനാക്ഷിയുടെ അച്ഛൻ മീനു എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ പതുങ്ങിപ്പോയ പേരതാ. അങ്ങനെ ചെല്ലപ്പേര് വിളിക്കാനുള്ള അധികാരമോ സ്വാതന്ത്ര്യമോ എനിക്കിപ്പോ ഇല്ലല്ലോ. മീനു പറയുന്നു, വിഷ്ണു മീനു എന്ന് വിളിച്ചോളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. വിഷ്ണു പറയുന്നു, ഞാൻ പറഞ്ഞത് കുഞ്ഞിന്റെ കാര്യമാ. അവള് മീനാക്ഷിയോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അമ്മയ്ക്കും കുട്ടികളെ വലിയ ഇഷ്ടമാ. അവർക്ക് വേണ്ടിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അമ്മ കൈയടിച്ച് സംഭാവനകൾ നൽകാറുണ്ട്. ബാലികാ സദനത്തിന്റെ നടത്തിപ്പുകാരോ കന്യാസ്ത്രീകളോ ഒക്കെ ഇടയ്ക്കിടെ അമ്മയെ അന്വേഷിച്ച് വരുന്നത് കാണാം. മീനു പറയുന്നു, എന്റെ മകൾ അനാഥയൊന്നുമല്ല. വിഷ്ണു പറയുന്നു, അയ്യോ സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് പലതവണ മീനാക്ഷിയോട് സോറി പറയേണ്ടി വന്നു. ഇന്നത്തെ കണി ശരിയായില്ലെന്ന് തോന്നുന്നു. സാരമില്ലെന്ന് മീനു പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മ ഞങ്ങളെ 3 പേരെയും വളരെ ഡിസിപ്ലിനായിട്ടാ വളർത്തിയത്. അതുകൊണ്ട് ഇങ്ങനെ സാരം ഇല്ലെന്നുള്ള സാന്ത്വന വാക്കുകളൊന്നും അധികം കേട്ടിട്ടില്ല. അത് കേട്ടപ്പോൾ എന്താ പറയുന്നത്, മനസ്സിനൊരു കുളിർമ പോലെ. കുഞ്ഞ് മീനാക്ഷിയോടൊപ്പം വീട്ടിലേക്ക് വന്നാൽ അവള് പിന്നെ മീനാക്ഷിയുടെ കുഞ്ഞായിരിക്കില്ല, നമ്മുടെ മകളായിരിക്കും. എല്ലാ സുഖവും പ്രൗഢിയും ആഡംബരവും അനുഭവിച്ചു തന്നെ അവൾ വളരും. ഒന്നിനും ഒരു കുറവും വരില്ല, പ്രത്യേകിച്ച് സ്നേഹത്തിന്. എനിക്ക് മീനുവിനെ ഇഷ്ടമായി. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാം ആയില്ലല്ലോ. മീനാക്ഷിയുടെ ഇഷ്ടം അറിയണം, അത് എന്നോട് പറയണ്ട, അച്ഛനോടും അമ്മയോടും പറയുക. അവര് ദാസപ്പൻ ചേട്ടനോട് പറയും. അങ്ങനെ എന്തൊക്കെയായിരുന്നു പഴയ നാട്ടു നടപ്പ്. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ, നമുക്ക് ഇനിയും കാണാം. കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇത് കേട്ട് മീനു മൂളുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന വിഷ്ണുവിനോട് ദാസപ്പൻ ചോദിക്കുന്നു, എന്താ വിഷ്ണു, മീനാക്ഷി ഇഷ്ടപ്പെട്ടായിരുന്നു? മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. വിഷ്ണു പറയുന്നു, മീനാക്ഷിയെ ആരായാലും ഇഷ്ടപ്പെട്ടു പോകും. നല്ല അന്തസ്സുള്ള പെരുമാറ്റവും സംസാരവും. തുളസി ചോദിക്കുന്നു, മീനാക്ഷി എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? വിഷ്ണു പറയുകയാണ്, പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മീനാക്ഷിയോട്
മീനാക്ഷിയുടെ ഇഷ്ടം മാത്രമല്ല ഒരു ബഹുമാനം കൂടി തോന്നുന്നുണ്ട്. മീനാക്ഷിക്ക് എന്നെ ഇഷ്ടമായോന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. എനിക്ക് തോന്നിയ ഇഷ്ടം തിരിച്ചും തോന്നണമെന്നില്ലല്ലോ. ദാസപ്പൻ പറയുന്നു, കൊള്ളാം, ആർക്കേലും വിഷ്ണുവിനെ ഇഷ്ടപ്പെടാതിരിക്കുമോ? വിഷ്ണു പറയുന്നു, എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. പിന്നെ പെൺകുട്ടികൾ സാധാരണ അങ്ങനെ മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പതിവും ഇല്ലല്ലോ. ഇനിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും വീട്ടുകാരല്ലേ. എനിക്ക് പറയാനുള്ളത് ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ഇവിടെ എന്താ തീരുമാനമെന്ന് ദാസപ്പൻ ചേട്ടനോട് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ എന്ന് തുളസി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എനിക്ക് ചെന്നിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്, പൊയ്ക്കോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ ഒപ്പം പോവുകയാണ് ദാസപ്പൻ. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിച്ച മീനാക്ഷി പറയുന്നു, നീ ഭയങ്കര പഠിത്തത്തിലായിരിക്കും എന്ന് വിചാരിച്ചാ ഞാൻ രാത്രി വിളിച്ചത്. എന്ത് ചെയ്യുകയായിരുന്നടി? പഠിക്കുകയായിരുന്നോ? മഞ്ജു പറയുന്നു, നല്ല പോലെ ഒന്ന് ഉറങ്ങി, പിന്നെ കുറെ ഡ്രസ്സ് വാഷ് ചെയ്തു. ചേച്ചിയുടെ വിശേഷം പറ, പെണ്ണുകാണല് കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു? മീനു പറയുന്നു, എല്ലാം സാധാരണ പോലെ തന്നെ, ചായയും പലഹാരവും പിന്നെ തനിച്ചിത്തിരി നേരം സംസാരവും. മഞ്ജു ചോദിക്കുന്നു, എന്നിട്ടോ ആളിനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? മീനു പറയുന്നു, കാഴ്ചയിലും പെരുമാറ്റത്തിലും കുഴപ്പമൊന്നും തോന്നിയില്ല, ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണവും ഇല്ല, പക്ഷേ എനിക്ക് എന്തോ ചില മിസ്റ്റേക്സ് ഫീൽ ചെയ്യുന്നുണ്ടടി. അതെന്താ ചേച്ചി? ഇതാ മഞ്ജു ചോദിക്കുമ്പോൾ മീനു പറയുകയാണ്, എടി അയാൾ കാഴ്ചയിൽ സ്മാർട്ടാണ്, അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയ പണക്കാരനുമാണ്, കൊട്ടാരം പോലുള്ള വീടും കാറും ബിസിനസ്സും എല്ലാം ഉണ്ടെന്ന്. അയാൾ എന്തിനാ എന്നെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? ഞാൻ സരോഗേറ്റ് മദർ ആണെന്നും കുഞ്ഞിപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നും അതിന്റെ കാരണവും എല്ലാം അയാൾക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാ അയാൾ ഈ കല്യാണത്തിന് തയ്യാറാകുന്നത്? അയാൾക്ക് സ്ത്രീധനം വേണ്ട, കുഞ്ഞിനെ അയാള് ഏറ്റെടുത്ത് വളർത്താനും തയ്യാറാ. എന്തിനാ അയാള് അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത്? എന്നോടുള്ള സഹതാപം കൊണ്ടാണോ? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകാൻ ഞാൻ ഐശ്വര്യറായി ഒന്നും അല്ലല്ലോ. അയാൾക്ക് വേറെ നല്ല എത്രയോ വിവാഹാലോചനകൾ വരും. മഞ്ജു പറയുന്നു, അതൊരു ന്യായമായ സംശയമാണല്ലോ ചേച്ചി, ഞാൻ അങ്ങനെ ഒരു വശം ചിന്തിച്ചതേയില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലവ് ഫെയിലിയർ, എന്തെങ്കിലും ഒരു മോശം ഫാസ്റ്റ് കാണും. മീനു ചോദിക്കുന്നു, ഈ ലവ് ഫെയിലിയർ ഒക്കെ ഇന്നത്തെ കാലത്തൊരു പ്രശ്നമാണോടി? പിന്നെ മോശം പാസ്റ്റ്, അതിന് ചിലപ്പോഴൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും വലിയൊരു കുറ്റം ചെയ്ത് ചിലപ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ടാകാം. അച്ഛൻ നാട്ടുകാരോടൊന്നും അന്വേഷിച്ചിട്ടുണ്ടാകില്ല. മഞ്ജു പറയുന്നു, എന്തായാലും അയാളുടെ വിശദമായ ഹിസ്റ്ററി ഒന്ന് അന്വേഷിക്കാൻ ചേച്ചി അച്ഛനോടൊന്ന് പറയണം, അല്ലാതെ ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കരുത്. മീനു പറയുന്നു, ഞാൻ പറയാം, മോള് കരയുന്നുണ്ടെന്ന് തോന്നുന്നേ, എന്നാ ഞാൻ നാളെ വിളിക്കാം. ശരി ചേച്ചി എന്ന് മഞ്ജു പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് കുഞ്ഞിന്റെ അരികിലേക്ക് പോവുകയാണ് മീനു. മഞ്ജു സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് തുളസി ചോദിക്കുന്നു, അവൾ എന്തെങ്കിലും പറഞ്ഞു നിന്നോട്? പ്രസന്ന പറയുന്നു, ചെറുക്കനെ ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിച്ചു, ഇഷ്ടക്കേടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. തുളസി പറയുന്നു, അവൻ കാണാനും യോഗ്യനല്ലേ, ആർക്കും ഇഷ്ടക്കേടൊന്നും തോന്നുകയില്ല. അവരുടെ നിലയും വിലയും വെച്ച് നോക്കിയാൽ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ആലോചന വന്നത് തന്നെ അതിശയമാ. പ്രസന്ന പറയുന്നു, മീനാക്ഷിയുടെ ഭാഗ്യമായിരിക്കും അല്ലേ. തുളസി പറയുകയാണ്, അത് സംശയിക്കാനുണ്ടോ? അവിടെ ചെന്നാലും അവൾക്ക് രാജ്ഞിയെ പോലെ കഴിയാം. കൊട്ടാരം പോലൊരു വീട്, കാറ്, ജോലിക്കാര്, സ്വർണവും പണവും ഒന്നും അവര് ചോദിക്കുന്നില്ല എന്ന് കരുതി നമുക്ക് നമ്മുടെ മോളെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ പറ്റുമോ? പ്രസന്ന പറയുന്നു, എന്റെ മോളുടെ മനസ്സ് കണ്ടിട്ട് ഈശ്വരൻ അവൾക്ക് കൊടുത്ത സമ്മാനമായിരിക്കും ഇത്. ഇത് കേട്ടുകൊണ്ട് മീനു അവിടേക്ക് വരുമ്പോൾ തുളസി ചോദിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടോ മീനു? കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്ത് തോന്നി? മീനു പറയുന്നു, അതിലൊന്നും ഒരു കുഴപ്പവും തോന്നിയില്ല അച്ഛാ. പിന്നെ അവരുടെ വീടും വീട്ടുകാരും സാഹചര്യങ്ങളും ഒക്കെ എന്താണെന്ന് അച്ഛനല്ലേ അറിയാവുന്നത്. തുളസി പറയുന്നു, വേറെന്താ അറിയാനടി, എല്ലാം കൊണ്ടും നല്ല ചുറ്റുപാടുള്ളവരാ. മീനു പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് അച്ഛാ എനിക്കൊരു സംശയം, അയാൾക്ക് വേറെ എത്രയോ നല്ല കല്യാണാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. അയാൾക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം, കുഞ്ഞ് എന്റെ കൂടെ ഉണ്ടെന്നും അറിയാം. കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് കേട്ട് പ്രസന്ന സംശയത്തോടു കൂടി ഇരിക്കുമ്പോൾ തുളസി പറയുന്നു, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും. മീനു പറയുന്നു, എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നല്ലോ, അച്ഛനത് പറഞ്ഞിട്ടില്ലേ? തുളസി പറയുന്നു, നിന്റെ കഥയൊക്കെ ദാസപ്പൻ അതേപടി അവരോട് പറഞ്ഞതാ. മീനു ചോദിക്കുന്നു, പിന്നെ അറിഞ്ഞു വെച്ചിട്ട് ഇവർ ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് വന്നതെന്താ? ചിലപ്പോൾ മൂത്തവരെ പോലെ ഇളയാൾക്കും കുട്ടികൾ ഉണ്ടാകില്ല എന്നതുകൊണ്ടാണോ? കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ അവര് വലിയ താല്പര്യം കാണിക്കുന്നത് കൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു സംശയം. അങ്ങനെ ഒരു സൂചന ചിലപ്പോൾ ആ വീട്ടുകാർക്ക് കിട്ടിക്കാണും, അല്ലെങ്കിൽ അവര് ഈ ആലോചന തന്നെ മുറുകെ പിടിക്കില്ല. അച്ഛനൊരു കാര്യം ചെയ്യ്, ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഇക്കാര്യം തീർച്ച വരുത്തണമെന്ന് അവരോട് പറ. എന്താ മറുപടി എന്നറിയാലോ. അങ്ങനെ മീനു അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് തുളസിയും പ്രസന്നയും. പിന്നീട് കാണിക്കുന്നത് മീനു കുഞ്ഞിനെ ഉറക്കുമ്പോൾ തുളസിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന ചോദിക്കുന്നു, കല്യാണാലോചനയുടെ കാര്യം അവര് പിന്നീട് എന്തെങ്കിലും പറഞ്ഞു? ഇല്ല എന്ന് തുളസി പറയുമ്പോൾ പ്രസന്ന ചോദിക്കുകയാണ്, ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിച്ചോ? തുളസി പറയുന്നു, ദാസപ്പനോട് സൂചിപ്പിച്ചു, അന്വേഷിക്കാമെന്ന് അയാൾ ഒഴുക്കമട്ടിൽ പറഞ്ഞതേ ഉള്ളൂ. പ്രസന്ന ചോദിക്കുന്നു, അല്ല അത് മതിയോ? നമ്മുടെ മോളുടെ ഭാവിയുടെ കാര്യമല്ലേ? മീനാക്ഷി പറഞ്ഞതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കുട്ടികൾ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അയാൾ ഈ ആലോചനയുമായി വന്നത്? കുഞ്ഞിനെയും കൂടി സ്വീകരിക്കാമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് സമ്മതിക്കുമോ? തുളസി പറയുന്നു, എടി എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ഈ വീട്ടിൽ നിന്നും മാറിക്കിട്ടിയാൽ അത്രയും നല്ലതാണെന്നേ ഞാൻ കരുതിയുള്ളൂ. ഇത് കേട്ട് മീനു ശ്രദ്ധിക്കുമ്പോൾ തുളസി പറയുന്നു, കാശുള്ള കുടുംബക്കാരാ, മീനാക്ഷിക്ക് കുഴപ്പമൊന്നും വരികയില്ല, പിന്നെ മറ്റേ ശല്യം എന്റെ കൺമുമ്പിൽ നിന്ന് മാറി കിട്ടുകയും ചെയ്യും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരികിലേക്ക് ചെന്ന മീനു ചോദിക്കുന്നു, എന്റെ കുഞ്ഞിന്റെ കാര്യമാണോ ശല്യമെന്ന് അച്ഛൻ പറഞ്ഞത്? അത് പറയാൻ അച്ഛന്റെ നാവ് പൊന്തിയല്ലോ അച്ഛ. ആ കുഞ്ഞ് ജീവനോടെ ഉള്ളത് കൊണ്ട് അതിനെ ശപിക്കാനും ശകാരിക്കാനും അച്ഛന്റെ നാവ് ഇപ്പോഴും പൊന്തുന്നത്. അല്ലെങ്കിൽ പണ്ടേ ചാരമായി
കാലമായി തീരേണ്ടതാ അച്ഛനും അമ്മയും മക്കളും ഒക്കെ. പ്രസന്ന ചോദിക്കുന്നു, മീനാക്ഷി അച്ഛനോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മീനു പറയുന്നു, അച്ഛൻ എന്റെ കുഞ്ഞിനെ പറ്റി എന്തും പറയാല്ലേ. ശാപം, അസത്ത്, അശ്രീകരം, കണ്ണിലെ കരട് എന്തൊക്കെയല്ലേ അച്ഛൻ എന്റെ കുഞ്ഞിനെ പറ്റി പറയുന്നത്. പ്രസന്ന പറയുന്നു, എടി ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. അച്ഛന് കുഞ്ഞിനോട് അങ്ങനെ സ്നേഹക്കുറവൊന്നുമില്ല. മീനു ചോദിക്കുന്നു, സ്നേഹ കൂടുതലുകൊണ്ടാണോ അമ്മേ വാ തുറന്നാൽ ശാപവാക്കുകൾ മാത്രം പറയുന്നത്? അമ്മയും പലതവണ അത് കേട്ടിട്ടുള്ളതല്ലേ. ആ കൊച്ചു കുഞ്ഞിനോട് കാണിക്കുന്ന ദേഷ്യവും കരുതുള്ളലും അമ്മയുടെ കണ്ണിൽ പെട്ടിട്ടില്ലേ? അച്ഛനോട് അരുതെന്നോ പറയാനോ വിലക്കാനോ അമ്മയുടെ നാവ് ഇതുവരെ പൊന്തിയിട്ടില്ലല്ലോ. അമ്മയ്ക്കിപ്പോ പുറത്തിറങ്ങാൻ നല്ല സാരികളും കയ്യിലും കഴുത്തിലും ഒക്കെ ആഭരണങ്ങളും ഉണ്ടല്ലോ. മഞ്ജുവിന് ബാംഗ്ലൂരിലേക്ക് പണം അയക്കുമ്പോൾ പിശുക്ക് കാണിക്കല്ലേ. അവൾക്കവിടെ പല ആവശ്യങ്ങളും ഉള്ളതാണെന്നൊക്കെ അമ്മ അച്ഛനോട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടല്ലോ. എങ്ങനെയാ മോളിപ്പം ബാംഗ്ലൂർ പഠിക്കുന്നത്? പിശുക്കാതെ അയച്ചു കൊടുക്കാൻ എവിടുന്നാ അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടായത്? പ്രസന്ന പറയുന്നു, എടി എനിക്കും അതൊക്കെ അറിയാം. ദേ നിന്റെ കുഞ്ഞിനോട് ഞാൻ അലോഹ്യൊന്നും കാണിക്കുന്നതും ഇല്ലല്ലോ. മീനു പറയുന്നു, നിന്റെ കുഞ്ഞ് അല്ലേ അമ്മേ ഇപ്പോ എന്റെ മാത്രം കുഞ്ഞായി മറ്റുള്ളവർക്ക് ഒഴിവാക്കേണ്ട ബാധ്യതയുമായി അല്ലേ. തുളസി പറയുന്നു, കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. ഇഷ്ടം പോലെ കാശുള്ള ഒരു വീട്ടില് കുഞ്ഞ് സുഖമായിട്ട് വളരുമല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാ ഈ കല്യാണം നടന്നാലും കുഴപ്പമില്ലല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. അല്ലാതെ മീനു പറയുന്നു, ഉരുണ്ട് കളിക്കല്ലേ അച്ഛാ. ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴുകി പോകട്ടെ എന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതല്ലേ. എന്നിട്ടാണോ കുഞ്ഞിന്റെ നല്ല ഭാവിയെ ഓർത്താണെന്ന് ഇപ്പൊ എന്നോട് പറയുന്നത്? ഒരു ഭാവിയും കാണാതെ ഒരു കുടുംബം മുഴുവൻ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന ദിവസങ്ങൾ അച്ഛൻ മറന്നുപോയോ? ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച ആ രാത്രിയും അച്ഛൻ ഇത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞുപോയോ? ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് തുളസിയും പ്രസന്നയും. മീനാക്ഷി ദേഷ്യത്തോടും വിഷമത്തോടും കൂടി അവരെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.